കുറച്ച് കാലമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഒരു ട്രെൻഡാണ്. നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ചിലപ്പോൾ ഏതെങ്കിലും ജ്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഇപ്പോൾ മുട്ടായി ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും ഗ്രാം ഷുഗറാണ് കഴിക്കുന്നത്. അത് മനസ്സിലാവാനായിട്ട് അവരൊരു ബോട്ടിലിട്ട് കാണിക്കുന്നു. അതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു കെമിക്കൽ, ഉദാഹരണത്തിന് സിട്രിക് ആസിഡ് ഉണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ഉണ്ടെന്ന് വയ്ക്കുക, ഉടനെ അതിനെ ഒരു ക്രിസ്റ്റൽസ് ആയിട്ട് തൊട്ടടുത്ത് ഇത്ര ടീസ്പൂൺ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഇതെല്ലാമാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാണുന്ന വീഡിയോകൾ നിങ്ങൾ ഒരു പക്ഷേ കണ്ടു കാണും ഇൻസ്റ്റാഗ്രാമിൽ. പലപ്പോഴും എനിക്കത് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്, ഉള്ള ഫാക്ട്സിനെ എങ്ങനെയാണ് മിസ്ലീഡിംഗ് ആയിട്ട് കാണിക്കാൻ പറ്റുക അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതെന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടാണ് പലപ്പോഴും എനിക്കത് തോന്നി. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുടേതും കൂടി അങ്ങനെ കണ്ടു നോക്കാം. അപ്പോൾ ഒരു കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആദ്യം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഗതി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള 2-ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ, 3,4 ഡൈ, കുറേ കാര്യങ്ങളുണ്ട്. അമൈൽ അസറ്റേറ്റ് ഉണ്ട്, ഈസോ അമൈൽ ആൽക്കഹോൾ ഉണ്ട്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം 40. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ DNA വരെ ഡാമേജ് ചെയ്യാൻ കഴിവുള്ള ഒരു സാധനമാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം 40ഒക്കെ. അപ്പോൾ അത്രയും വളരെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത്, ആസിഡ്സ്, അതുപോലെ തന്നെ പല കോമ്പോണൻസ് ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിനാണ് ഓരോ കെമിക്കലായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു ബീക്കർ പോലത്തെ സാധനത്തിനകത്ത് എല്ലാം ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്തെങ്കിൽ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടീസ്പൂണിലായിട്ട് പറഞ്ഞു വരുന്ന കാര്യം, എന്താണ് ഇതുകൊണ്ട് സംഭവം, അല്ലെങ്കിൽ എന്താണ് ഈ സാധനം. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കാൻ സാധ്യതയുള്ളത്, ചിലർ എന്ന് കഴിക്കുന്നതും ചിലർ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. ഇത് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം വരാം. പക്ഷേ ഈ പറയുന്ന മോളിക്യൂളുകളെല്ലാം അതിനകത്ത് ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് റിവീൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ ഒരു കാര്യത്തിനകത്തേക്ക് കിടക്കേണ്ടതുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ആവറേജ് സൈസുള്ള ഒരു ആപ്പിൾ ഏതാണ്ട് ഒരു 250 ഗ്രാം വരും. അതിനെടുത്ത് നമ്മളിങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ എത്ര ഷുഗർ ഉണ്ടാവും? ഇതുപോലെ 25 ഗ്രാംസ് ഓഫ് ഷുഗർ, അല്ലെങ്കിൽ 6.5 ടീസ്പൂൺ അടുപ്പിച്ചിട്ടുള്ള നാച്ചുറൽ ഷുഗർ അതിനകത്തുണ്ട്. ക്യൂബ്സ് ആയിട്ട് കാണിച്ചാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് സത്യമാണോ? ഇത് സത്യമാണ്. ഇതിനകത്ത് ഇത്രയും ഷുഗർ ഉണ്ട്. ഞാൻ അടുത്ത കാര്യം നമുക്ക് നോക്കാം. കൊക്കക്കോളയ്ക്കകത്ത് നോക്കിയാലും ഷുഗറുണ്ട്. സാധാരണഗതിയിൽ വളരെ കുറച്ച് അളവൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 6 അല്ലെങ്കിൽ 7 ടീസ്പൂൺ ഷുഗർ അതിനകത്തുണ്ട്. വേറെയും പല കാര്യങ്ങളുണ്ട്, പക്ഷേ ഷുഗറാണ് പ്രധാനമായിട്ടും. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറാണ് കൊക്കക്കോളയ്ക്കകത്തുള്ളത്. അതിനകത്തും ഈ പറഞ്ഞ സാധനമുണ്ട്. ഇനി വേറൊരു സാധനം, ഇതും നമ്മൾ കഴിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ചോക്ലേറ്റ്. ഡയറി മിൽക്ക് പോലെയുള്ള ഒരു മിൽക്ക് ചോക്ലേറ്റ് എടുക്കുകയാണ്. എന്താണ് ചോക്ലേറ്റിനകത്ത് കൊക്കോ മറ്റേതൊക്കെ ഉണ്ട്, പക്ഷേ അതവിടെ നിൽക്കട്ടെ. മെയിനായിട്ടുള്ളൊരു സാധനം റിഫൈൻഡ് ഷുഗറാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഉള്ളതോ കൊഴുപ്പാണ്, അല്ലെങ്കിൽ ഫാറ്റാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഷുഗർ എല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ട് ഇതൊക്കെ ഒരുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ കാണിക്കുമ്പോൾ, പല ഷുഗർ പാക്കറ്റായിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ഇത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്താണ്? ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ വിറക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ തീ കത്തിക്കാം, പെട്രോൾ വെച്ച് കത്തിക്കാം, കോൾ വെച്ചിട്ട് അല്ലെങ്കിൽ കൽക്കരി വെച്ചിട്ട് കത്തിക്കാം. സംഗതി ഏതാണ്ട് സെയിം ആണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ എന്താണ് അവിടെ ഒരു പ്രശ്നം? ഈ ഒരു മെട്രിക്ക് ശരിയല്ല എന്നുള്ളതാണ്. ഷുഗർ എങ്ങനെയാണ് ആപ്പിളിനകത്ത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഷുഗറിൻ്റെ കൂടെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇതിനെയാണ് നമ്മൾ മേട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ആപ്പിളിനകത്തുള്ള ഷുഗർ ഈ കൊക്കക്കോളയ്ക്കകത്ത് കുപ്പിക്കകത്ത് നിറച്ചിരിക്കുന്ന പോലെ വെള്ളത്തിൽ കലക്കിയ കുറേ ഷുഗർ അല്ല. അത് അതിൻ്റെ സെല്ലിനകത്താണ് ഉള്ളത്. ആ സെല്ലിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എൻസൈമുകൾ ഉപയോഗിച്ച് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് മാത്രമേ അതിൻ്റെ ഷുഗർ റിലീസ് ചെയ്യൂ. അപ്പോൾ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഷുഗർ, അല്ലെങ്കിൽ കൊക്കക്കോളയിൽ നിന്ന് അപ്പം തന്നെ കിട്ടുന്ന ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഷുഗറാണ്. അത്ര ഫാസ്റ്റായിട്ട് ബ്ലഡിലോട്ട് എത്തില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രത്യേകത. അതിനകത്ത് ഡയറ്ററി ഫൈബറും വേറെ ഉള്ള പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ, ആ മേട്രിക്സ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡൈനാമിക്സ് എങ്ങനെയാണ് അത് അബ്സോർബ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡൈനാമിക്സ് വളരെയധികം വ്യത്യാസമാണ് കമ്പയർഡ് ടു കൊക്കക്കോള. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കിയേ. അവിടെ എന്താ സംഭവിക്കുക? ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ കൂടെ കൊഴുപ്പും കൂടി, ഫാറ്റും കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും പരിണാമപരമായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാര്യം ഷുഗർ വളരെ പാടാണ് കിട്ടാൻ. കാലറി നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ മാത്രമേ ഹണ്ട് ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നടക്കാൻ പറ്റും. അതുകൊണ്ട് ഷുഗറിനോട് പ്രത്യേക താല്പര്യമുണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പ് ഒരുപാട് നാൾ നമ്മളെ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് ചോക്ലേറ്റ് ഇത്രത്തോളം ഇഷ്ടം.
അപ്പോൾ ഈ ഫാറ്റിനകത്ത് കൂടെ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുഗർ വെറുതെ കഴിക്കുന്നതിനേക്കാൾ ആക്ച്വലി സ്ലോ ആവും എന്നുള്ളതാണ്. കാര്യം ഫാറ്റ് കാലറി ഉള്ള സാധനമാണെങ്കിലും ഫാറ്റും ഷുഗറും കൂടെ ചേരുമ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കൊഴുപ്പ് ഷുഗറിൻ്റെ കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ അത് അബ്സോർപ്ഷൻ സ്ലോ ചെയ്യിക്കും എന്നുള്ളതാണ്. അതായത് വെറും ഷുഗറിനേക്കാൾ കുറച്ച് കുറവായിരിക്കും, കുറച്ച് അബ്സോർപ്ഷൻ കുറയും ഫാറ്റ് കൂടെ ഉണ്ടെങ്കിൽ. അതായത് എന്താണ് ഇതിനകത്ത് ഷുഗർ എങ്ങനെയാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആപ്പിളിൽ നിന്ന് നിങ്ങൾക്ക് റെഡി ആയിട്ട് അപ്പം തന്നെ കിട്ടില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർ ഫുഡ് ചെന്ന് കഴിയുമ്പോൾ അതെങ്ങനെയാണ് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, അതിൻ്റെയൊക്കെ റിസൾട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് മോഡറേറ്റ് ലെവൽ ഓഫ് ഒരു എന്താ പറയുക ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഒരു സാധനമാണ്. കൊക്കോക്കോളയും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവുകയും അതിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. ഇനി ചോക്ലേറ്റ് ആണെങ്കിലോ അത് വേറൊരു രീതിയിൽ. നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിനും അതിൻ്റേതായ ഗ്ലൈസമിക് ഇൻഡെക്സും കാര്യങ്ങളും ഉണ്ട്. അതിനനുസരിച്ചിട്ട് മാത്രമായിരിക്കും അത് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറ്റൈറ്റി എന്ന് പറയുന്ന കാര്യമാണ്. ചില ഫുഡുകൾ നമുക്കറിയാം, അത് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, എത്ര വേണോ കഴിക്കാം, നമുക്ക് ഒരു നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് വരില്ല, അല്ലെങ്കിൽ മതി എന്നൊരു തോന്നൽ വരില്ല. പ്രത്യേകിച്ച് ചോറ്, ഷുഗറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും നിറഞ്ഞു എന്നുള്ളൊരു തോന്നൽ, നമുക്ക് ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ കൊഴുപ്പ് അധികം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രോട്ടീൻ ഉള്ളതൊക്കെ ആണെങ്കിൽ ഒരുപാട് കഴിക്കാനായിട്ട് ആക്ച്വലി ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് നമ്മൾ ആപ്പിളിൻ്റെ കാര്യം. ആപ്പിളിനകത്ത് ഈ ഫൈബേഴ്സൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു 6 ആപ്പിളൊക്കെ ഒരൊറ്റ സിറ്റിങ്ങിലിരുന്ന് പെട്ടെന്ന് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയും ഷുഗർ വരൂലേ എന്ന് വിചാരിക്കാം. അങ്ങനെയല്ല, വളരെ പാടാണ് അത്രയും കഴിക്കുക എന്നുള്ളത്. പെട്ടെന്ന് നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് അല്ലെങ്കിൽ സറ്റൈറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ആപ്പിളിൻ്റെ കാര്യത്തിനകത്ത്. ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണ്, ഇങ്ങനെ ചുമ്മാ ഷുഗർ കാണിച്ച് നമുക്ക് ഇതിനെല്ലാം ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു മെട്രിക് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ആലോചിക്കുക. ഫയർവുഡ് അല്ലെങ്കിൽ തടിയും പെട്രോളും കൽക്കരിയും എല്ലാം ഒരേ ക്വാണ്ടിറ്റി എടുത്തു വെച്ചാലും അത് കത്തുന്ന രീതിയും അത് കത്തുന്നതിൻ്റെ സ്പീഡും കാര്യങ്ങളും എല്ലാം വ്യത്യാസമാണ്. അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജിയുടെ സ്റ്റൈല് വ്യത്യാസമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറഞ്ഞ ഫുഡുകളിനകത്തുള്ള വ്യത്യാസം എന്നുള്ളതാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ സാധനം ഏതെന്നല്ലേ, അത് നമ്മുടെ സാധാ പഴമാണ് എന്ന് പറഞ്ഞ് ഈ സ്കെയർ മോങ്കറിങ് കണ്ടിട്ട് നിങ്ങൾ പഴം കഴിക്കാതിരിക്കുകയല്ല വേണ്ടത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, പഴത്തിനകത്ത് ഇതൊക്കെ ഉണ്ട്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം ഉണ്ട്, അതിനകത്ത് ആദ്യമുള്ളത് വെള്ളമാണ്, അല്ലെങ്കിൽ ഷുഗറാണ് ഈ ഫ്രക്ടോസും സൂക്രോസും അതുപോലെയുള്ളതൊക്കെ. സ്റ്റാർച്ച് ഉണ്ട്, ഫൈബർ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അമൈനോ ആസിഡ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കെമിക്കൽസും ഉണ്ട്. പൊട്ടാസ്യം ഉണ്ട്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ സിറ്റിങ്ങിന് 10 ലക്ഷം പഴമെങ്കിലും തിന്നണം. എന്നാൽ മാത്രമേ ആ റേഡിയോ ആക്റ്റീവ് പൊട്ടാസ്യം നിങ്ങൾക്ക് ദോഷകരമാം ലെവലിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത്. അപ്പോൾ സാധാരണഗതിയിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ചു പോകുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിതിനെ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇതിനെയാണ് പൊതുവേ കീമോഫോബിയ എന്ന് പറയുന്നത്. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളായാൽ പോലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കെയർ മോങ്കറിങ് നടത്താം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, ഓരോ ഫുഡ് കഴിക്കുമ്പോഴും അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഷുഗർ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കെമിക്കൽ പേരുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന സാധനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഈ പറഞ്ഞ പേടി കുറയും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. തുടർന്ന് ഇതുപോലെയുള്ള വിഷയങ്ങൾ കാണാം. ലൂസി സബ്സ്ക്രൈബ്.